ഹലോ എവ്രിവൺ, എല്ലാവർക്കും പ്രോബ്ലം സോൾവിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പേര് പോലെ തന്നെ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള ലുലു മാഡവും അതുപോലെ തന്നെ ബിനുഷ മാഡവുമാണ്. രണ്ടുപേരെയും ഞാൻ ഈ ഷോയിലേക്ക് വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. എനിവേ, വേറൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഡോക്ടർ, എൻ്റെ മോൾക്ക് 17 വയസ്സുണ്ട്. അവൾ തീരെ നീളമില്ല, പഠിക്കാനും പുറകോട്ടാണ്. ഇപ്പോഴും 5ൽ പഠിക്കുന്ന കുട്ടികളെ പോലെയാണ്, നീളവും തടിയും ഇല്ലാതെ. ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അവൾക്ക് പെട്ടെന്ന് പറയാൻ കിട്ടില്ല. വാക്കുകളെ കണക്ട് ചെയ്ത് അധികം സാധാരണ കുട്ടികളെ പോലെ പറ്റുന്നില്ല സംസാരിക്കാൻ. ഞങ്ങൾ പതിയെ ശരിയാവുമെന്ന് കരുതിയിരുന്നു, പക്ഷേ ഒരു മാറ്റവുമില്ല. അവൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമാണ്. ഇതിന് എന്തെങ്കിലും വഴിയുണ്ടോ മാം? ഞങ്ങൾ ആരെയാണ് കാണിക്കേണ്ടത്? പ്ലീസ് റിപ്ലൈ മാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 17 വയസ്സുള്ള കൊച്ചിന് ഇപ്പോഴും 5ാം ക്ലാസ്സിലെ കൊച്ചിനെ പോലെയാണ്. മാത്രമല്ല, പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. റെഡി ആവുമോന്ന് ഇവര് നോക്കി നടക്കുന്നില്ല. ആരെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റൽ ഡിലേസ് ഉണ്ടോന്നൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെ. അപ്പം ഈ ചെറുതിലെ തന്നെ നമ്മുടെ ഒരു പ്രഗ്നൻസി ടൈം തന്നെ, ഈ അമ്മന്റെ പ്രഗ്നൻസി ടൈം എങ്ങനെയായിരുന്നു, ഡെലിവറി ടൈം ഈ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ഡിലേസ് എന്തെങ്കിലും, അതായത് ഇരുത്തം, നടത്തം, ടോക്കിങ്, അതിലൊക്കെ എന്തെങ്കിലും ഡിലേസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്സിഡൻസോ ഹെഡ് ഇഞ്ചുറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിയോളജിക്കലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം മേ ബി ഒരു നോർമൽ ഡോക്ടറിനെ വേണമെങ്കിൽ കൺസൾട്ട് ചെയ്തിട്ട് ബയോളജിക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കാം. കാരണം ആള് 17 വയസ്സാണെന്നുണ്ടെങ്കിൽ പോലും ആ വയസ്സിനൊത്ത ഒരു ബോഡി വെയിറ്റ് ഇല്ലല്ലോ. അപ്പം അതെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഇങ്ങനെയുള്ളൊരു, കാരണം നമുക്ക് ഫുള്ളായിട്ടൊരു പ്രോപ്പർ ഇൻഫർമേഷൻ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കിട്ടാത്ത പോലെ, മേ ബി അത് എന്തെങ്കിലും ഇനി മെന്റൽ റിട്ടാർഡേഷൻ ആണോ അല്ലെങ്കിൽ ഓട്ടിസം ആണോ ലേണിംഗ് ഡിസബിലിറ്റി ആണോ അറിയില്ല നമുക്ക് എന്താണെന്നുള്ളത്. അപ്പം അതിനൊക്കെ ഒരു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെയാ പോയി കാണിക്കണ്ടേ എന്നുള്ളത്. ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ കണ്ടിട്ട് എന്താണ്, ഏത് ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യേണ്ടി വരും. കാരണം അവളുടെ സോഷ്യൽ ലൈഫിനൊക്കെ ഇത് എഫക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അത്. അപ്പം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. അപ്പൊ എന്തായാലും 17 വയസ്സുള്ള കൊച്ചാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലെയാണെന്ന് പറയുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇനി അധികം താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ എന്താ പറയാ, ടെസ്റ്റും കാര്യങ്ങളും ഇനി ബയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എനിക്ക് പഴുതാരയെ കാണുമ്പോൾ വല്ലാത്തൊരു പേടിയാണ്. ഒരു പാമ്പ് വന്നാൽ ചിലപ്പോൾ ഞാൻ നേരിടും, പക്ഷെ പഴുതാര എന്നും എനിക്കൊരു പേടി സ്വപ്നമാണ്. ഇതൊരു തരം ഫോബിയ അല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുണ്ട്. ആളിതിനെ കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ടാണ്. അതെ, ക്ലിനിക്കിൽ വരുന്ന അധിക ക്ലയൻസും അങ്ങനത്തെ അവർ തന്നെ ഫസ്റ്റ് ഡയഗ്നോസിസ് പറയുന്ന പോലെയാണ്. എനിക്ക് പാനിക് അറ്റാക്ക് ഒന്നാമതെന്ന് വെച്ചാൽ പല മെന്റൽ ഇൽനെസ്സിനും സിമിലർ സിംറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ അവർ പറയുന്നത് തന്നെ ആയിരിക്കണം എന്നില്ല ഡയഗ്നോസിസ്. അപ്പൊ അവര് തന്നെ വിചാരിക്കും, ഇപ്പം ഞാനൊരു ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതാണെന്ന് ഉറപ്പിച്ച് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പം പറഞ്ഞ കേസസിൽ ഈ പറഞ്ഞ പോലെ ഫോബിയ തന്നെ ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഫിയർ ആണെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് തെറാപ്പിയിലൂടെ ആ ഒരു ഫിയർ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ലൈക്ക് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നുള്ളൊരു മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. അതായത് ഇപ്പം പഴുതാരൻ്റെ ലൈക്ക് നമ്മൾ ആ ഒരു മെത്തേഡ് ഉണ്ട്, ഫോട്ടോ കാണിക്കുക, വീഡിയോ കാണിക്കുക, അങ്ങനെയുള്ള ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഫോബിയ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് പറ്റും. അതെ, കുറച്ചൊരു പേടി നല്ലതാ ചില സാധനത്തിന്. നമ്മൾ ആങ്സൈറ്റി ഒക്കെ പറയില്ലേ, കുറച്ചൊരു ആങ്സൈറ്റി നല്ലതാണ്. അതെ, എക്സാംസിനും കാര്യങ്ങൾക്കൊക്കെ. ചില ആനിമൽസിനൊക്കെ നമുക്ക് കുറച്ച് പേടിയുള്ളത് നല്ലത് തന്നെയാണ്. വേറെ എന്തൊക്കെ ടൈപ്പ് ഫോബിയാസും കാര്യങ്ങളാണ്? പലതരം ഫോബിയാസ് ഉണ്ട്. ഇപ്പൊ ഇതില് പറഞ്ഞെന്താ വെച്ചാല്, ഈ എല്ലാവരും ഇപ്പോൾ ചെറുതായിട്ട് എന്തിനെങ്കിലും പേടിച്ചാൽ തന്നെ ഇപ്പോൾ ഈ OCD ഡിപ്രഷൻ്റെയും കാര്യം പറഞ്ഞ പോലെ എനിക്ക് ഫോബിയാണെന്ന് പറഞ്ഞു കളയും. ഈ ഫോബിയ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പട്ടീനെ കാണുന്ന പേടിയായിരിക്കും. അപ്പം തന്നെ നമുക്കതൊരു ഫോബിയ എന്നൊന്നും പറയാനാവില്ല. ഏജിന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിലുള്ളൊരു പേടി വരുന്നുണ്ടെങ്കിൽ, ഇത്രയും പ്രായമായിട്ടും പേടിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ ഒക്കെയാണ് നമ്മൾ അതിനെ ഫോബിയ എന്ന് പറയുക. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഒക്കെ എടുത്ത് തെറാപ്പിസ്റ്റോട്
ഫോബിയാസ് ഉണ്ട്. കല്ലിട്ട് ചോദിച്ച പോലെ നമുക്ക് ഫിയർ ഓഫ് ഹൈറ്റ്സ് ഉണ്ട്, ഫിയർ ഓഫ് വാട്ടർ ഉണ്ട്, ഫിയർ ഓഫ് എന്താണ് ഈ ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്. അപ്പം ഈ ഫോബിയ എന്നൊരു ലെവലിലോട്ടേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. ഇപ്പൊ സോഷ്യൽ ഫോബിയ ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ സെറ്റിങ്ങിലോട്ടേക്ക് ഞാൻ പോവില്ല. അത് തിങ്ക് ചെയ്യുന്നത് തന്നെ ഇപ്പം അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചിലപ്പോൾ ആങ്സൈറ്റി, പാനിക് അറ്റാക്ക് ഒക്കെ വരും. അപ്പൊ ആ ഒരു ലെവലിലോട്ടേക്കാണ് നമ്മൾ ഫോബിയ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ലിഫ്റ്റ് നമ്മൾ അടഞ്ഞു പൂട്ടിയിരിക്കുന്ന ഒരു സാധനം, അങ്ങനെയൊക്കെ ക്ലൈൻസ് അധികം വരാറുണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ക്യാബിൻ ചിലപ്പോൾ കുറച്ച് പൂട്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ റിലാക്സേഷൻ ഒക്കെ ടെക്നിക്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ആ ഫോബിയാസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. എല്ലാത്തിനും പ്രതിവിധി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ്. വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, പക്ഷേ 4 മാസത്തോളമായി ഉള്ളിൽ എന്തോ ഒരിത്. പ്രണയമാണോ എന്ന് പേടിയാണ്. ഫ്രണ്ട്ഷിപ്പിനെ ഇത് ബാധിക്കുമോ എന്ന പേടിയുമുണ്ട്. ഞാനിത് അവനോട് പറയണോ? കൗൺസിലിംഗ് ചെയ്താൽ എൻ്റെ ഈ തോന്നൽ മാറുമോ? എനിക്കൊരു കൊറിയൻ സീരിയലൊക്കെ ഈ ക്വസ്റ്റ്യന്റെ അവസാനം ചോദിച്ചത് കൗൺസിലിംഗ് ചെയ്താൽ എൻ്റെ ഈ തോന്നൽ മാറുമോ എന്നല്ലേ. കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തോന്നൽ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട്ഷിപ്പ് ആണോ, ഇനി ഇത് പ്രണയമാണോ, പ്രണയമല്ലേ എന്നൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. നമ്മളൊരു കൗൺസിലിങ്ങിന് പോയി നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ ഈ കാര്യത്തിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി വരും. ലൈക്ക് എനിക്കിത് ശരിക്കും പ്രണയമാണോ, അതോ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് തന്നെ കൂടിയിട്ട് എൻ്റെ ഇമോഷണൽ കണക്ഷൻ കൂടിയിട്ട് എനിക്ക് തോന്നുന്നതാണോ. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളതിന് നമുക്കൊരു ക്ലാരിറ്റി വരും. അങ്ങനെ നമ്മളൊരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളതിന് നമുക്കൊരു ക്ലാരിറ്റി വരും. ഇതിനൊരു സൊല്യൂഷൻ കിട്ടും. തോന്നൽ മാറണോ വേണ്ടേ, പറയണോ പ്രണയം അല്ലേ എന്നൊക്കെ ഒരു ക്ലാരിറ്റി. കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയൂല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് മോഡിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഒരു ലവർ ആക്കോ അല്ലെങ്കിൽ ലവറിനെ ഫ്രണ്ട്ഷിപ്പ് ആക്കാന്നുള്ളത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം മേ ബി ഉള്ള ഫ്രണ്ട്ഷിപ്പും കൂടി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പറ്റാത്തൊരു സാധനം തന്നെയാണ്. കാരണം അവരുടെ ഒരു കറന്റ് റിലേഷൻഷിപ്പിലും ഒക്കെ അത് എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ എപ്പിസോഡിലും ഒരു ട്രയാങ്കിൾ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി പ്രണയം നമ്മളൊരു ഫ്രണ്ടിനോട് തോന്നുന്നുണ്ടെങ്കിൽ ഇത്ര കൺഫ്യൂഷൻസ് ഒക്കെ വരേണ്ട ഒരു ആവശ്യമുണ്ടോ അല്ലേ? ഒരുപാട് ഇത് പ്രണയം പറയണോ, ഫ്രണ്ട്ഷിപ്പ് പോവെന്നുള്ളൊരു അത്ര ഭയങ്കര മ്യൂച്വൽ ആയിട്ട് ആ ഒരു സാധനം രണ്ടാൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. വൺ സൈഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആള് ഹാർട്ട് ബ്രോക്കൺ ആയി പോവണ്ട. ഇതൊരു സെഷൻ എടുത്താൽ റെഡി ആവുമെന്ന് ചോദിച്ചതിനുള്ള ആൻസർ സെഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ക്ലാരിറ്റി കിട്ടും. വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്റെ അമ്മായിയമ്മ നാർസിസിസ്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർ എപ്പോഴും എന്റെയും ഭർത്താവിന്റെയും കാര്യങ്ങളിൽ അമിതമായി ഇടപെടും. ഞാൻ എന്തു പറഞ്ഞാലും അത് മാനിപ്പുലേറ്റ് ചെയ്യും. അയൽക്കാരൊക്കെ എന്നെ ഒരു പ്രോബ്ലം മേക്കർ ആയിട്ടാണ് കാണുന്നത്. ഹസ്ബൻഡ് ഒരു പാവമാണ്. അമ്മ ഒറ്റയ്ക്ക് ആകുമെന്നോർത്ത് ഒന്നും പറയാറില്ല. ഇവരുടെ കൂടെ ഇടപെട്ട് ഞാനിപ്പോൾ അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താണൊരു പോംവഴി? എൻ്റെ അമ്മായിയമ്മ നാർസിസ്റ്റിക് ആണോ എന്നുള്ളൊരു സാധനമുണ്ട്. ഈ നാർസിസ്റ്റിക് എന്നുള്ള ടേം ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ട് ആൾക്കാർ വെറുതെ യൂസ് ചെയ്യുക. ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കാര്യങ്ങളിൽ അമ്മായിയമ്മ അധികമായി ഇടപെടുന്നത് നല്ലൊരു കാര്യമല്ല. പക്ഷെ അത് ഇടപെടുന്നത് കൊണ്ട് തന്നെ അത് നാർസിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റൂല. നാർസിസ്റ്റിക്കാർക്ക് ഒരുപാട് ട്രീറ്റ് ഉണ്ട്. ഭയങ്കര സെൽഫ് ലവ് ആയിരിക്കും അവർക്ക്. എമ്പതി അവർക്ക് വർക്കാവില്ല. അത് എല്ലാ പേഴ്സണാലിറ്റിയുടെ പ്രശ്നങ്ങളിലും വരുന്നൊരു സാധനമാണ്. എമ്പതി എന്ന് പറയുമ്പോൾ ഇവൻ എന്താണ് പ്രശ്നം എന്നുള്ളത് എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റൂല. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അതെന്നെ ബാധിക്കാനേ പോകുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ ഒരു നാർസിസ്റ്റിക് സാധനത്തിൽ കാണുന്ന ട്രേറ്റ്സ് ആണ്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അതെന്നെ ബാധിക്കില്ല. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവർ പാവാണല്ലോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്നൊന്നും എനിക്ക് വരില്ല. അതേപോലെ ഭയങ്കര സെൽഫ് ലവ് ആയിരിക്കും അവർക്ക്. ഇപ്പൊ ചില സമയത്ത് അവരൊക്കെ തന്നെ കണ്ണാടിയിലൊക്കെ പോയി അവരുടെ ഞാൻ എന്തൊരു സുന്ദരൻ അല്ലെങ്കിൽ ഞാൻ എന്തൊരു സുന്ദരിയാന്നൊക്കെ പറയുന്ന രീതിയിലേക്കൊക്കെ നാർസിസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് കാണലുണ്ട്. അപ്പോ അതുപോലെ തന്നെ ഒരു കൺട്രോളിങ് ബിഹേവിയറും ഉണ്ടാവും നാർസിസ്റ്റ്. അപ്പം ഈ അമ്മായിയമ്മ ഭയങ്കരമായിട്ട് കൺട്രോളിങ് ആവുന്നുണ്ടോന്നൊക്കെ അറിയണം. ചിലപ്പം നല്ല കാര്യത്തിനൊക്കെ ആയിരിക്കും അവര് ചിലപ്പം ഇടപെടുന്നത്, അറിയില്ല. പറയുന്നത് മരുമകള് പറയുന്നത്
അവരുടെ കൂടെ ഇടപെട്ട് ഞാനും ഇപ്പോൾ അഗ്രസീവ് ആയി അറിയില്ല. ചിലപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടിയാൽ ചിലപ്പോൾ നാർസിസ്റ്റിക് ആവാമെന്ന് പറയാം. ഇത് അതേപോലെ നാർസിസ്റ്റുകാർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരിക്കും. എല്ലാത്തിനെയും വളച്ചൊടിച്ച് നിങ്ങളാണ് പ്രശ്നക്കാരനെ കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫസ്റ്റ് സെഷനിൽ തന്നെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ആള് ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലും വളരെ നല്ല സ്വഭാവത്തിലൊക്കെ ആയിരിക്കും അവര് പെരുമാറുക. അപ്പൊ നമുക്ക് തന്നെ ചിലപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇവർ നാർസിസ്റ്റിക് ആണോ. ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നാർസിസ്റ്റ് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒന്നിക്ക് അവരായിട്ട് ഡീൽ ചെയ്യാനുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ റിലേഷൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിട്ട് ഉള്ള ആൾക്ക് ബെറ്റർ. ഈ നാർസിസ്റ്റുകാരുടെ കൂടെ ജീവിക്കാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്, ബുദ്ധിമുട്ടാണ്. ഈ നാർസിസ്റ്റുകാരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പിന്നെ സെഷൻസ് വേണ്ടി വരും ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് നോക്കുക, എന്താണ് സംഗതി എന്നൊക്കെ ക്ലാരിറ്റി വരുത്തുക. നാർസിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ഇനി നാർസിസ്റ്റിക് അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വെക്കുന്നത്, അതായത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ പോയി കിടന്ന് നമ്മളും ക്രമേണ ഇങ്ങനെ അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്താണോ നമ്മൾ കാണുന്നത്, എന്താണോ നമ്മൾ കിട്ടുന്നത്, അത് നമ്മളിൽ വളർന്നു വരും, ഇൻഫ്ലുവൻസ് ചെയ്യും, അത് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിലൊക്കെ പറയുന്ന പോലെ ഒരു സാധനം ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിങ്ങനെ കണ്ട് പിന്നെ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ആ സാധനം എടുത്തിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ആവശ്യം വരുന്നൊരു സമയത്ത് നമ്മളത് പ്രകടിപ്പിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് നാൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഒബ്സർവ് ചെയ്ത് നമ്മൾ ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെ നമ്മളത് പഠിക്കും. പിന്നെ നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യും. സംഗതി ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെയാണ് അത് മേ ബി കണ്ടുവരാൻ. ഇപ്പൊ ഫാദേഴ്സ് ഒക്കെ ഭയങ്കര അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളും അതേപോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ക്ലയൻസ് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഹസ്ബൻഡ് കുറച്ച് അഗ്രസീവ് ആണ്, ഇപ്പൊ കുട്ടിയും ആ ഒരു ബിഹേവിയർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന്. അത് ജനറ്റിക് ആവാനുള്ള ചാൻസ് ഇല്ല. ജനറ്റിക്കിന് അതിലുപരി എനിക്ക് തോന്നുന്നു കുറെ കൂടി ഒരു ലേണിംഗും കൂടിയാണ്, ഒബ്സർവേഷൻ ലേണിംഗ് ആണ്. അഡൾട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇപ്പൊ അവർ ബിഹേവ് ചെയ്യുന്നത് ഇന്ന സാധനത്തിനെ കൊണ്ടാണ് നമുക്ക് അറിയാം. പക്ഷെ കുട്ടികൾക്ക് അത് അറിയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മള് നോക്കാം ആരെ കൂടിയാണ് നമ്മള് കൂട്ടുകൂടുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രോബ്ലം സോൾവില് ഇനി ചെറിയൊരു ഇടവേള.